ഒരു ജ്ഞാനപീഠ ജേതാവിന്റെ കൃതിയാണ് ആരണ്യത്തിന്റെ അധികാരം. ആരാണ് ഈ എഴുത്തുകാരി? ഉത്തരം മഹാശ്വേത ദേവി. ശിവാജി സാവന്തിന്റെ പ്രശസ്തമായ നോവൽ. ഉത്തരം കർണൻ. മുൻ കർണാടക മുഖ്യമന്ത്രി വീരപ്പ മൊയ്ലിയുടെ നോവൽ. ഉത്തരം കൊട്ട. മധുരാപുരി, ഭീമസേനൻ, മായാമുരളി എന്ന പ്രസിദ്ധമായ നോവലുകൾ രചിച്ചത് ആരാണ്? ഉത്തരം കുലപതി KM മുൻഷി. VS ഖണ്ടേക്കർ രചിച്ച യയാതി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? ഉത്തരം P മാധവൻ പിള്ള. നരേന്ദ്രപ്രസാദ് രചിച്ച നാടകം. ഉത്തരം സൗപർണിക. ചിത്രമെഴുത്തു തമ്പുരാന്റെ കഥ രാജാ രവിവർമ്മ എന്ന നോവലിലൂടെ ആഖ്യാനം ചെയ്തത് ആരാണ്? ഉത്തരം രഞ്ജിത്ത് ദേശായി. ഹാജിയാരി, ഹൂവിന് ശേഷം ഹൂ എന്നീ നർമ്മകഥകളുടെ കർത്താവ്. ഉത്തരം VKN. കൈനിക്കര കുമാരപ്പിള്ള രചിച്ച നാടകം ഏതാണ്? ഉത്തരം കാൽവരിയിലെ കൽപ്പപാതാപം. ജുറാസിക് പാർക്ക് എന്ന സ്റ്റീവൻ സ്പിൽബർഗ് ചിത്രം അതേ പേരിൽ രചിച്ച ഒരു നോവലിനെ ആസ്പദമാക്കി നിർമ്മിച്ചതാണ്. ഈ പ്രസ്തുത നോവൽ രചിച്ചത് ആരാണ്? ഉത്തരം മൈക്കൽ ക്രിസ്റ്റൺ. ഗോദേ കാത്ത് എന്ന നാടകം വിവർത്തനം ചെയ്തത് ആരാണ്? ഉത്തരം കടമ്പനിട്ട. ഹാംലെറ്റ്, 12-ാം രാവ്, ഒഥല്ലോ, ജൂലിയസ് സീസർ, വെനീസിലെ വ്യാപാരി, ടെംപെസ്റ്റ് മുതലായവ ഏത് ലോകോത്തര സാഹിത്യകാരന്റെ നാടകകൃതികളാണ്? ഉത്തരം വില്യം ഷേക്സ്പിയർ. റസ്കിൻ രചിച്ച ആൻഡ് ടു ദി ലാസ്റ്റ് ഏത് പേരിലാണ് ഗാന്ധിജി വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിച്ചത്? ഉത്തരം സർവോദയ. മലയാളത്തിലെ ആദ്യ രാഷ്ട്രീയ നോവലായ പാറപ്പുറം രചിച്ചത് ആരാണ്? ഉത്തരം K നാരായണക്കുരുക്കൾ. സാത്താനിക് വേഴ്സസ് ദി മൂർസ്, ലാസ്റ്റ് സൈ എന്നീ വിവാദ നോവലുകളുടെ രചയിതാവ് ആരാണ്? ഉത്തരം സൽമാൻ റുഷ്ദി. പ്രശസ്ത ക്രിക്കറ്റ് താരം കപിൽ ദേവിന്റെ ആത്മകഥ. ഉത്തരം സ്ട്രേറ്റ് ഫ്രം ദി ഹാർട്ട്. കേരളത്തെ പറ്റി പരാമർശിക്കുന്ന ഏറ്റവും പഴയ ഗ്രന്ഥം. ഉത്തരം ഐതരേ ആരണ്യകം. നിർമാല്യം എന്ന പേരിൽ ചലച്ചിത്രത്തിന് ആസ്പദമായ MTയുടെ കഥ. ഉത്തരം പള്ളിവാളം കാൽച്ചിലമ്പും. ആരുടെ കൃതിയാണ് ആത്മാവിലേക്ക് ഒരു തീർത്ഥയാത്ര? ഉത്തരം MP വീരേന്ദ്രകുമാർ. എത്ര വിദേശ ഭാഷ വിജ്ഞാനനാകിലും മർത്തിന് തൻ ഭാഷയെന്നുകൊണ്ടേ ശക്തിയുണ്ടായി വരൂ, ശക്തി മത്താക്കിയ ഹൃദയകാരത്തെ വെളിപ്പെടുത്തുവാൻ. ഇങ്ങനെ പാടിയ കവി ആരാണ്? ഉത്തരം വള്ളത്തോൾ. ഓർത്താൽ വിസ്മയം എന്നത് ആരുടെ ആത്മകഥയാണ്? ഉത്തരം കലാമണ്ഡലം ഹൈദരാലി. നൊബേൽ സമ്മാനവും ഓസ്കാർ അവാർഡും നേടിയ ഏക വ്യക്തി. ഉത്തരം ബെർണാഡ് ഷാ. അമ്മയ്ക്കൊപ്പം വളർത്തിയിടും അച്ഛനൊപ്പം ഹിതം തരും, വേളിക്കൊപ്പം സുഖിപ്പിക്കും, വിദ്യാസർവർത്ത സാധകം. ആരുടേതാണ് ഈ വരികൾ? ഉത്തരം ഉള്ളൂർ. സിദ്ധാന്ത ശിരോമണി എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്. ഉത്തരം ഭാസ്കരാചാര്യർ. പറങ്കിപ്പടയാളി എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഉത്തരം സർദാർ KM പണിക്കർ. അധ്യാത്മയുദ്ധം എന്ന കൃതിയുടെ കർത്താവ്. ഉത്തരം വാഗ്ഭടാനന്ദൻ. ഒരു നായയെ കേന്ദ്ര കഥാപാത്രമാക്കി പരിണാമം എന്ന നോവൽ രചിച്ചത് ആരാണ്? ഉത്തരം MP നാരായണപിള്ള. വാൽമീകി രാമായണത്തിൽ എത്ര ശ്ലോകങ്ങൾ ഉണ്ട്? ഉത്തരം 500 സർഗങ്ങളിലായി 24,000 ശ്ലോകങ്ങൾ. പുരാണത്തിൽ യമധർമ്മൻ മനുഷ്യരുടെ ഗുണദോഷങ്ങൾ ഏത് പുസ്തകത്തിലാണ് എഴുതി വച്ചിട്ടുള്ളത്? ഉത്തരം അഗ്രസന്ധാനി. അഥർവവേദത്തിന്റെ കർത്താവ്. ഉത്തരം അഥർവരണൻ. കന്നഡ ചെറുകഥയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി. ഉത്തരം മാസ്തി വെങ്കടേശ്വര അയ്യങ്കാർ. കാളിദാസ് സമ്മാൻ സാഹിത്യ പുരസ്കാരം നൽകുന്നത് ആരാണ്? ഉത്തരം മധ്യപ്രദേശ് സർക്കാർ. ഇന്ദിരാഗാന്ധിയുടെ ആത്മകഥ. ഉത്തരം മൈ സ്റ്റോറി. MP വീരേന്ദ്രകുമാറിന് 2010 സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത സഞ്ചാര വിവരണ കൃതി ഏതാണ്? ഉത്തരം ഹൈമവത ഭൂവിൽ. MP അബ്ദുള്ളക്കുട്ടിയുടെ ആത്മകഥ.
ഉത്തരം നിങ്ങൾ എന്നെ കോൺഗ്രസ് ആക്കി. മൻമോഹൻ സിംഗിന്റെ മകൾ ദാമൻ സിംഗ് രചിച്ച പുസ്തകം. ഉത്തരം ദ സീക്രട്ട് ഗ്രോവ്. പ്രൊഫസർ എം കെ സാനുവിന്റെ ആത്മകഥ. ഉത്തരം കർമ്മഗതി. ഫ്രീഡം അറ്റ് മിഡ്നൈറ്റ് എന്ന വിശ്രുത നോവലിന്റെ സൃഷ്ടാക്കളിൽ ഒരാളായ ഡൊമിനിക് ലാപ്പിയർ കൽക്കട്ട കേന്ദ്രമാക്കി ഒരു നോവൽ എഴുതിയിട്ടുണ്ട്. ഏതാണ് അത്? ഉത്തരം ദി സിറ്റി ഓഫ് ജോയ്. എട്ടാമത്തെ മോതിരം ആരുടെ ആത്മകഥയാണ്? ഉത്തരം കെ എം മാത്യു. കേരള സംഗീത നാടക അക്കാദമിയുടെ പ്രഥമ അമ്മന്നൂർ പുരസ്കാരം നേടിയത് ആരാണ്? ഉത്തരം ബംഗാളി നാടകകൃത്തായ ബാദൽ സർക്കാർ. UA ഖാദറിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി. ഉത്തരം തൃക്കോട്ടൂർ പെരുമ. OV വിജയന്റെ പൂർത്തീകരിക്കാത്ത നോവൽ. ഉത്തരം പത്മാസനം. ഷേക്സ്പിയർ നാടകമായ ഹാംലെറ്റിലെ നായിക ആരാണ്? ഉത്തരം ഒഫീലിയ. പത്മശ്രീ ലഭിച്ച എഴുത്തുകാരിയും പ്രസാധകയുമായ വനിത. ഉത്തരം റീതു മേനോൻ. ഏറ്റവും വലിയ ഉപനിഷത്ത്. ഉത്തരം ബൃഹദാരണ്യകോപനിഷത്ത്. ചാരുലത എന്ന കാവ്യ സമാഹാരം ആരുടെ സൃഷ്ടിയാണ്? ഉത്തരം വിഷ്ണു നാരായണൻ നമ്പൂതിരി. കന്നഡയിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ. ഉത്തരം മാടിദുണ്ണു മഹാരായ. ജ്ഞാനപീഠ ജേതാവായ ONVയുടെ പൂർണ്ണനാമം. ഉത്തരം ഒറ്റപ്ലാവിൽ നീലകണ്ഠൻ വേലുക്കുറുപ്പ്. രാഷ്ട്രീയ രംഗത്ത് ഏറെ കുളിളക്ക് സൃഷ്ടിക്കുന്ന നിരവധി വെളിപ്പെടുത്തലുകൾ നടത്തിയ അമേരിക്കൻ മാധ്യമം. ഉത്തരം വിക്കിലീക്സ്. ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനം ഏതാണ്? ഉത്തരം അനാസക്തി യോഗം. കേന്ദ്രമന്ത്രി KV തോമസ് മുൻ മുഖ്യമന്ത്രി കരുണാകരനെ കുറിച്ച് എഴുതിയ പുസ്തകം. ഉത്തരം എന്റെ ലീഡർ. ചണ്ടാല ഭിക്ഷുകി എന്ന കവിതയുടെ ആശയവുമായി സാമ്യമുള്ള സച്ചിദാനന്ദന്റെ കവിത ഏതാണ്? ഉത്തരം ബോധവതി. ഒരു കാലത്ത് മലയാളികളെ കുടുകുട ചിരിപ്പിച്ച ബോബനും മോളിയും ആരുടെ സൃഷ്ടിയാണ്? ഉത്തരം ടോംസ്. കേരളത്തിലെ പ്രഥമ സാഹിത്യ മാസിക ഏതാണ്? ഉത്തരം വിദ്യാവിലാസിനി. കാബോധ സന്ദേശത്തിന്റെ കർത്താവ് ആരാണ്? ഉത്തരം കൊട്ടാരത്തിൽ ശങ്കുണ്ണി. ഭാഷാ പിതാവായ എഴുത്തച്ഛന്റെ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം തിരൂരിലെ തുഞ്ചൻ പറമ്പിൽ. മാതൃഭൂമി ദിനപത്രത്തിൽ BM ഗഫൂർ വരച്ചു പോന്ന കാർട്ടൂൺ സ്ട്രിപ്പ് ഏതാണ്? ഉത്തരം കുഞ്ഞമ്മാൻ. കേരള സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും ഉന്നതമായ സാഹിത്യ പുരസ്കാരം ഏതാണ്? ഉത്തരം എഴുത്തച്ഛൻ പുരസ്കാരം. ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര പുസ്തക വർഷമായി ആചരിച്ചത് എന്നാണ്? ഉത്തരം 1972. നിങ്ങൾ എന്റെ കറുത്ത മക്കളെ ചുട്ടു തിന്നുന്നോ, നിങ്ങൾ അവരുടെ നിറഞ്ഞ കണ്ണുകൾ ചൂഴ്ന്നെടുക്കുന്നുവോ? ഇത് ആരുടെ വരികളാണ്? ഉത്തരം കടമ്മനിട്ട രാമകൃഷ്ണൻ. ഓസ്കാർ അവാർഡ് ജേതാവായ റസൂൽ പൂക്കുറ്റിയുടെ ആത്മകഥ ഏതാണ്? ഉത്തരം ശബ്ദതാരാപദം. കന്നഡയിലെ ആദ്യത്തെ അപസർപ്പക നോവൽ ഏതാണ്? ഉത്തരം ചോരഗ്രഹണ തന്ത്ര. പ്രശസ്ത സാഹിത്യകാരിയായ സുമംഗലയുടെ ശരിയായ പേര്? ഉത്തരം ലീല നമ്പൂതിരിപ്പാട്. ചങ്ങമ്പുഴയുടെ രമണനിലെ നായിക നായകന്മാർ ആരാണ്? ഉത്തരം ചന്ദ്രികയും രമണനും. സാഹിത്യ നിർമ്മാണത്തിന് പ്രതിഫലം വേണമോ എന്ന തർക്കമുണ്ടായപ്പോൾ കവനത്തിന് കാശ് നീട്ടണം പോൽ ശിവനെ സാഹിതി തേവിടിശിയെന്നോ എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം വി ഉണ്ണികൃഷ്ണൻ നായർ. കള്ളിച്ചെല്ലമ്മ എന്ന നോവലിന്റെ കർത്താവ്? ഉത്തരം G വിവേകാനന്ദൻ. രണ്ടിടങ്ങഴി എന്ന നോവൽ രചിച്ചത് ആരാണ്? ഉത്തരം തകഴി ശിവശങ്കരപ്പിള്ള. മുറപ്പെണ്ണ് എന്ന നോവൽ എഴുതിയത് ആരാണ്? ഉത്തരം തകഴി ശിവശങ്കരപ്പിള്ള. ഉറൂബിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത നോവൽ? ഉത്തരം സുന്ദരികളും സുന്ദരന്മാരും. ONVക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കവിതാ സമാഹാരം? ഉത്തരം അക്ഷരം.
ആനമുത്തിന്റെ കർത്താവ്? ഉത്തരം ഒളപ്പമണ്ണ. ധനാഠ്യരെ ധർമ്മ വഴിക്ക് നിങ്ങൾ കാണിക്ക വയ്ക്കുന്ന നറുമുത്തിനേക്കാൾ കൂലിപ്പണിക്കാരിവർ തന്നെ വിയർപ്പു നേർത്തുള്ളിയാണ് ഈശ്വരന് ഏറ്റവും ഇഷ്ടം. ആരുടെ വരികളാണ് ഇത്? ഉത്തരം വള്ളത്തോൾ. കേരള സാഹിത്യ അക്കാദമി അവാർഡ് കരസ്ഥമാക്കിയ പി കെ ബാലകൃഷ്ണന്റെ നോവൽ? ഉത്തരം ഇനി ഞാൻ ഉറങ്ങട്ടെ.